ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണ്ടറിലാണ്. അതായത് ലഡാക്കിൻ്റെ ടോപ്പിക് എടുക്കുന്ന ഹണ്ടറിലാണ്. ഹണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സാൻഡ് ഡ്യൂൺസ് സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരുഭൂമി പോലത്തെ സ്ഥലമാണ്. ഇതാണ് നോക്കിയേ, ഫുള്ള് മരുഭൂമി പോലെ കിടക്കുന്നുണ്ടോ, ഫുള്ള് മറ്റേ സാൻഡ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അതായത് ഒട്ടകത്തിന് 2 മുഴയുണ്ട്. 2 മുഴ ഒട്ടകം ഇവിടെ മാത്രമേ കാണപ്പെടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇവിടത്തേക്കാണ് നമ്മൾ വന്നതും. അപ്പോൾ ഇങ്ങോട്ട് വന്നതും ഇനിയുള്ള കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹണ്ടറിലാണ്. ഹണ്ടർ ലഡാക്കിലെ ടുർട്ടുക്കിലെ വില്ലേജിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഹണ്ടർ. ഇതിന് മുമ്പ് വരുന്ന ഡിസ്കിറ്റ്, നുബ്ര വാലി ഇതൊക്കെ ഇതിന് മുമ്പ് വരുന്നതാണ്. ഞങ്ങൾ ഹണ്ടറിലാണ് ഫസ്റ്റ് വന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നുബ്ര വാലി ഡിസ്കിറ്റൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു വരുന്ന വഴിക്ക്. കാരണം കുറേ പ്ലെയിൻ വ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ രാത്രിയൊക്കെ ഞങ്ങൾ ചവിട്ടി വരേണ്ടി വന്നു. കാരണം അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി, ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് രാത്രി വരാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ സ്ഥലം നോക്കിക്കേ, ഇതാട്ടോ ഹണ്ടർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇവിടുന്ന് സൈക്കിൾ കൊടുത്ത് ഇറങ്ങണം. ഈ വലിയൊരു മല ഉണ്ടോ, അവിടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. എന്തായാലും സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ മൊത്തം ഇതേപോലത്തെ പർവ്വതനിരകളാട്ടോ. ഫുള്ള് പർവ്വതനിരകളാണ്. ഇതുപോലെ പൊടിയും കാര്യങ്ങളും, മൊത്തം പൊടിയും കാര്യങ്ങളും. അവിടെ കുറച്ച് പച്ചപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ആ പച്ചപ്പിൻ്റെ ഭാഗത്തേക്ക് ഈ മലയാണ് സീന്, വലിയ മല. ഇവിടെ മൊത്തം ടിബറ്റൻ ഫ്ലൈയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ മൊത്തം ടിബറ്റൻ്റെ ആൾക്കാരൊന്നും നേപ്പാളിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്ന ടീംസാണ് മൊത്തം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ച കാണിച്ചു തരാം. നമ്മളിതാ ഹണ്ടറിൽ അച്ചാ ജഗയെ നോക്കി പോവാം ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. പാറ നോക്കി ഗൈസ്, പാറയും പച്ചപ്പും. ഇവിടെ മാത്രമേ പച്ചപ്പുള്ളൂ. ഈ ഭാഗം നോക്കുന്നേ. അതുപോലെ തന്നെ അപ്പുറം വെള്ളം വരും. പെട്ടു നമ്മൾ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ. നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് നോക്കി പോവുകയാണേ. സ്പോട്ട് കിട്ടുമോ പാച്ചേരി? നമുക്ക് അങ്ങ് പോവാം. വാ, എന്തായാലും ചെന്ന് നോക്കാതാടാ. വെള്ളത്തിന് നടുക്ക് സെറ്റാ. രാത്രിയൊക്കെ വെള്ളം കൊണ്ടുപോകും. നമ്മളിപ്പോൾ ഉള്ളത് ഹണ്ടറിലെ സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ ഒട്ടകമുണ്ട്. എങ്ങനത്തെ ഒട്ടകാട് ഉള്ളത്? 2 മുഴയുള്ള ഒട്ടകാണുള്ളത്. ഇവിടെ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേകതരം ഒട്ടകമാണത്. ഇവിടെ നോക്കിയേ, മണൽ നോക്കിയേ. മരുഭൂമിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഫൈനലി. ഗുജറാത്തിൽ നിന്നല്ല, രാജസ്ഥാനിൽ നിന്ന് കിട്ടാത്തത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഫുള്ള് മരുഭൂമി. അങ്ങുണ്ട്, അവിടെ മൊത്തം മരുഭൂമിൻ്റെ ഏരിയ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. എന്തായാലും നോക്കാം, എവിടെയെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇവർ സമ്മതിക്കില്ല എന്നൊക്കെ തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയും ദൂരം നിന്ന് വന്നതല്ലേ. ഇപ്പം നമ്മൾ എത്തിപ്പെട്ടത് ഹണ്ടറിലാട്ടോ. ഹണ്ടറിൽ മൊത്തം സീനാണ്. പൊരി വെയിലുണ്ട്. അതുപോലെ തന്നെ അവിടെ നോക്കിയേ, ആ വില്ലേജിലേക്ക് നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഫുള്ള് മലകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മഞ്ഞ് മലകളുണ്ട് മുകളിൽ കുറച്ചായിട്ട്. ബാക്കിയൊക്കെ ഒലിച്ച് താഴേക്ക് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് എന്തൊക്കെയോ കാണുന്നുണ്ട്. ചെന്ന് നോക്കണം എന്താ സംഭവം എന്നുള്ളത്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ ഫൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തൊക്കെയോ അതായത് സാൻഡിൽ കൂടി റൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് വാഷ് ചെയ്യാൻ പറ്റില്ല കാറൊന്നും. റിവർ ക്രോസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. ക്യാമ്പിങ് ചെയ്തിട്ടുണ്ടെങ്കിലും സീനാണ്. 10,000 രൂപ ഫൈൻ വരുന്നത്. പാച്ചേരി കൊടിയൊക്കെ തൂക്കിയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നോക്കി അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കേട്ടോ. നല്ല അടിപൊളി വെള്ളം. കുളിക്കാൻ തോന്നുന്നുണ്ടോ? നീയല്ലേ കുളിക്കുന്ന ആള്? കുളിക്കാൻ തോന്നുന്നുണ്ടോ? ജീവിതം പഠിക്കണ്ടേ? ചാട്. ഇതുണ്ടോ ഫുള്ള്. അവിടെ വലിയ മരുഭൂമി വരെ കാണാൻ പറ്റും. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്. അത് ഒട്ട കാണാടാ അവിടെ കാണുന്നേ. ഫുള്ള് ഒട്ട കേട്ടോ. അത് കാണിച്ചു തരാം ഞാൻ പോകുന്നത്. എന്തായാലും ചെന്ന് നോക്കാം. അവിടെ 2 മുഴയുള്ള ഒട്ടക ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. നമ്മളെ സൈക്കിൾ അവിടെ ഉണ്ട്. അവനെൻ്റെ സൈക്കിളും പിടിച്ചിരിക്കുക ഞാൻ വ്ളോഗ് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം. എന്താ കാഴ്ചകൾ എന്നൊക്കെ കാണാമല്ലോ നമുക്ക് ഇവിടുത്തെ. എന്താണ് സാൻഡ് ഡ്യൂൺസിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഹണ്ടറിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ കാണാമല്ലോ. അപ്പോൾ ഈ മലകളാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. കുത്തനുള്ള മലകളും അതിൻ്റെ ഇടയിലുള്ള ചെറിയ വില്ലേജ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കെല്ലാം ഒന്ന് പോയി നോക്കാം. ഒട്ടകത്തിനൊക്കെ കാണാം. ഗൈസ് ഇതാകുമ്പോൾ എത്തിയിരിക്കുകയാണ്. 2 മുഴയുള്ള ഒട്ടകത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ റെസ്റ്റ് എടുക്കുക അടിയിലാണ് കേട്ടോ. എനിക്ക് 2 മുഴയുണ്ട്. ഇനി
ഓ സെറ്റ് സാധനാട്ടോടാ, ഏത് ലെവല് സാധനടാ, സൈസ് നോക്കിയേ. ഓ പൊളി, തോണ്ടട്ടോ, തീർന്നു പചരി ചെല്ലേ. 2 വാഴ പൊളി സാധനം. എൻ്റെ പൊന്നോ, ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഇത്, വേറെ എവിടെയും കാണാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയുന്ന ചെറിയ വിവരമാണ് ഞാൻ പറഞ്ഞു തന്നത്. കറക്റ്റ് കാണാൻ പറ്റില്ല 2 വാഴ. നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല പെട്ട സൈസ് ഉണ്ട്. നമ്മൾ വരുന്നതിന് കുറേ ഒട്ടകത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും സൈസില്ലായിരുന്നു. ഇന്ന് നല്ല ഒടുക്കത്തെ സൈസും ഉണ്ട്. നമ്മളിതാ ഒട്ടകം, 2 മുഴയുള്ള ഒട്ടകത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണ് ഗായ്സ്. അയ്യോ സ്പീഡ് ഉമ്മ കൊടുക്കടാ, ഇനി ഇതെങ്കിലും ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ഒരു ഉമ്മ കൊടുക്കും. ആള് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഇത് വേറെ അസുഖം പിടിച്ചേട്ടാണ് ഇങ്ങനെ അടക്കുന്നു, തൂങ്ങിക്കിടക്കുന്നു. 2 വേണം. മറ്റേ സൈസും കുറവാണ്, ഇതിനൊക്കെ ഒത്തിരി സൈസാണ്. ഞങ്ങൾ പാവപ്പെട്ടവരാ ആശാനെ, ഈ വീഡിയോ എടുക്കാൻ അറിയില്ല. അങ്ങനെ കളപതി ഗായ്സ്, ഒട്ടകത്തിനെല്ലാം കൊണ്ടുപോയിട്ട് എവിടത്തേക്കോ കൊണ്ടുപോവാണ് ഇവര്. എവിടത്തേക്കാണെന്ന് അറിയില്ല, എല്ലാം കൂടി ഒരുമിച്ച് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. നോക്കിയേ, ഫുൾ ഒട്ടകം കൂടി എങ്ങോട്ടേക്കോ പോവാ. ഇവിടെ നിന്നാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് ഒട്ടകത്തിൻ്റെ പരിപാടി, എനിക്കറിയില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്ക് ബസ്സിലെ കാണാൻ ഫുൾ ഒട്ടകങ്ങൾ. നേരത്തെ നമ്മൾ കണ്ട അതേ സാധനം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക. നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? എവിടെ എത്തി ഞാൻ ചോദിക്കാം എവിടെയാന്ന്. നമുക്ക് കിട്ടിയ റൂമായിട്ട് ഇത് पुरानी जगह भैया, इसका नाम क्या है? ये ये Alpine Apex. Alpine Apex. Alpine Apex. ALPINE. Alpine. Alpine Apex. Apex. ആ ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പോൾ പുള്ളി അവരുടെ ആൽപ്പൈൻ എബിക്സിൻ്റെ ടെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം എത്ര പൈസയാണെന്നറിയില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ എന്താ സംഭവം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആണ്. ഞങ്ങൾ അവിടെ ഹണ്ടറിൽ മറ്റേ സാൻഡ് ഡ്യൂൺസിൽ നിൽക്കുമ്പോഴാണ് ഇവരെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഞാൻ ലൈറ്റിലെടുത്ത് നിൽക്കാം. സാൻഡ് ഡ്യൂൺസിൽ നിന്നപ്പോഴാണ് ഇവരെ കണ്ടുമുട്ടിയത്. ആദ്യം തന്നെ 3 ഡ്രൈവേഴ്സിനെ കണ്ടായിരുന്നു. അവർ നമുക്ക് കുറച്ച് പൈസ തന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരെ കണ്ടായിരുന്നു, അവരും പൈസ തന്നു. പിന്നെ കൊയിലാണ്ടിലുള്ളൊരു ബ്രോ ഉണ്ടായിരുന്നു, പുള്ളി നമുക്ക് പൈസ തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത്, ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു, ഇന്ന് നമ്മളൊരു സ്റ്റേ ഉണ്ട്, നിങ്ങൾ ഇന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളോട് ഇപ്പോൾ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മളവിടെ എത്തി. ആൽപ്പൈൻ എബിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതായത് ഹണ്ടറിൽ തന്നെ കുറച്ച് ദൂരം മാറിയിട്ടാട്ടോ ഉള്ളത്. നല്ല അടിപൊളി ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മൊത്തം ടെൻ്റ് ഉണ്ട്. അതുപോലെ നമുക്കിപ്പോൾ കിട്ടിയത് റൂം ഞാൻ കാണിച്ചു തന്ന ആദ്യം തന്നെ ഇവിടെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കിട്ടാത്തൊരു സാധനമുണ്ട്. എന്താടാ കിട്ടാത്ത സാധനം? യെസ് ഗൈസ്, ബാത്റൂം യൂറോപ്പിൻ്റെ വന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമുക്ക് ആസ്വദിച്ച് കക്കൂസ് പോകാൻ പറ്റിയൊരു വകയുണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പറമ്പിലായിരുന്നു ആസ്വദിച്ച് പോക്ക്. ഇപ്പം നമുക്ക് ബാത്റൂം കിട്ടി. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. इसका नाम क्या है? പാസ്ത. ആ ലഡാക്കി പാസ്ത ഫുൾ വെജിറ്റബിളും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഇവരുണ്ട്, ഇവരൊക്കെ ആട്ടോ ആൾക്കാർ. അപ്പുറത്ത് പുള്ളിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് സെറ്റായി ഫുഡൊക്കെ കിട്ടി. ഇനി ഫുഡ് കഴിക്കണം. എങ്ങനെയുണ്ടാ എന്നിട്ട്? അടിപൊളി നൈസ് ഫുഡ്. പുള്ളിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് നോക്കാം. ഇതിനൊക്കെ കൈയൊക്കെ കഴുകുന്നുണ്ട്. ഫുഡ് ചപ്പാത്തി. ഇതൊന്ന് തുറക്കടാ. ചപ്പാത്തി, പൊറോട്ട. പിന്നെ നമുക്ക് സബ്ജി ഉണ്ട്, സബ്ജി. പിന്നെ ഇത് വേറെന്തോ സാധനം. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡും തന്നില്ല. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഇവരുള്ള ആൾക്കാരുടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെവിടെയോ നിന്ന് മാഗി ഒന്നുണ്ട് നമ്മളായിരുന്നു. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഓംലേറ്റ് ഉണ്ട്.
നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ സെറ്റായി കുളിക്കുക വരെ ചെയ്തിരിക്കുകയാണ് ഗൈസ്. കുളിക്കാൻ പോവാ. ബ്രോ കേട്ടോ. ബ്രോ നമുക്ക് എല്ലാം സെറ്റാക്കി തന്നിരിക്കുക കേട്ടോ. പുള്ളി പാവണ്ടോ, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് സാധനം വെച്ചിട്ട് ആ തണുത്ത് പോയിട്ട് ചൂടാക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് പിന്നെ അജയ്? അടി അടിച്ച് മാറിക്കോ, ഒന്നും നോക്കണ്ടാണ്. ആലുപ്പൊറോട്ട ഉണ്ടോ? നോർമൽ അതൊക്കെ മതി. സെറ്റ് പൊറോട്ട ഇല്ലേ, നമ്മൾ മേഗിൽ നിന്ന് അവിടെ ഇരിക്കേണ്ടത് നമ്മളാ. സത്യം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വന്ന് ഇന്നലെ നമ്മളിവിടെ വന്ന് ഇന്നലെ രാത്രി ഫുഡ് കിട്ടി, ഇന്നിപ്പോഴും ഫുഡ് കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ ഇവരുടെ വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. ഇവരുടെ സ്ഥലത്തിൻ്റെ പേര് ആൽപൈൻ ഐബെക്സ് ക്യാമ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പാട്ടോ. നിങ്ങൾക്ക് എവിടെയും നോക്കിയാൽ കിട്ടും. ഇല്ലെങ്കിൽ ഇവിടെ 100-ൽ വന്നിട്ട് 100-ലേക്ക് വരുമ്പോൾ നേരെ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നേരെ സാൻഡൂൺസും ലെഫ്റ്റിലേക്ക് നേരെ വന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ വരും. അവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് സൈഡിൽ ഒരു ബോർഡ് കാണാൻ പറ്റും. ആൽപൈൻ ഐബെക്സ് ഒരു ദിവസത്തേക്ക് 3000 രൂപയാണ് 2 പേർക്ക്. അപ്പോൾ നിങ്ങളാരെയും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.